ഓൾ, ഇന്നത്തെ റെസിപ്പിയെക്കുറിച്ച് പറയാനുള്ളത് ഗുണമോ മെച്ചം എഫേർട്ടോ തുച്ഛം. യെസ്, ഗ്വാക്കമോളി. ഇതാ ഞാൻ കഴിച്ചതെന്ന് ആരോടെങ്കിലും പറഞ്ഞ് അതിലൊരു 10 പേരോട് പറഞ്ഞാൽ ഒരു 6 പേരെങ്കിലും ഒന്ന് ഞെട്ടി എന്നെ നോക്കും. അതാണ് ഈ റെസിപ്പിയുടെ പ്രത്യേകത. അപ്പോൾ അതിന് വേണ്ടത് ഒരു അവക്കാഡോ, ഒരു ഒനിയൻ, ഒരു ടൊമാറ്റോ, ഒരു ഹാഫ് ലെമൺ, കുറച്ച് പെപ്പർ, കുറച്ച് സോൾട്ട്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒരു ബ്രെഡും. ഇതിൻ്റെ കൂടെ എൻ്റെ മോട്ടിവേഷണൽ സ്റ്റോറി. ഓക്കെ, ഈ അവക്കാഡോ എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വെൻ ഐ വാസ് ഇൻ ഡെറാഡൂൺ എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് 2-3 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ ആദ്യമായിട്ടൊന്ന് അവക്കാഡോ എടുത്തു. ആ അവക്കാഡോ എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം നോക്കിയിട്ടും അതിനകത്ത് പ്രത്യേകിച്ചൊരു മാറ്റവും വരുന്നില്ല. അപ്പം ഞാൻ അതിനെ മുറിച്ചു. പക്ഷേ മുറിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ, വെട്ടി നുറുക്കുകയായിരുന്നു. കാരണം തീരെ മുറിയുന്നില്ലായിരുന്നു. അകത്തുള്ള പൾപ്പൊക്കെ ഞാൻ കുത്തി കുത്തി ഇളക്കിയാണ് കഷ്ടപ്പെട്ട് മിക്സിയിലിട്ട് പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് അടിച്ച്. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചത് ചരിത്രം എന്നൊക്കെ പറയുന്ന പോലെ ആ ഷേക്ക് ഉണ്ടാക്കി ഞാൻ കുടിച്ചെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡിനും കൊടുത്തു. അതിനുശേഷം എന്താണെന്നറിയത്തില്ല, സൂപ്പർ മാർക്കറ്റിലൊന്നും പോയാൽ എൻ്റെ അവക്കാഡോ പരിസരത്തോട്ട് പോലും എന്നെ വിടാറില്ല. അതൊന്നും എന്നെ തളർത്തിയിട്ടില്ല. അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് ഇന്ന് ഈ ഗ്വാക്കമോളിയിൽ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മോട്ടിവേഷണൽ സ്റ്റോറി കുറച്ച് പ്രശ്നമുള്ളതായിട്ട് തോന്നാം. എന്നാലും ഈ ബ്രെഡ് ഞാൻ എയർ ഫ്രയറിൽ വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും വെക്കാം. സോ ഗ്വാക്കമോളി ഇതാണ്. കടിക്കുമ്പോൾ തന്നെ നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റി. സോ ട്രൈ ഇറ്റ് ഔട്ട്. ബൈ ബൈ.